ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 മാർക്കിന് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. റൈറ്റ് ദി ഡിറ്റർമിനൻസ് ഓഫ് എ ഫേംസ് സപ്ലൈ കർവ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി സപ്ലൈ എന്നും ചോദിക്കാറുണ്ട്. അതായത് ഒരു സാധനത്തിൻ്റെ സപ്ലൈനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലേ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി സപ്ലൈ. എക്സാമിന് 2 മാർക്കിന് അല്ലെങ്കിൽ എന്താണ് 3 മാർക്കിനൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി സപ്ലൈ അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. സപ്ലൈ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിൽ സാധനം കൂടുതലായിട്ട് സപ്ലൈ ചെയ്യുക. അതായത് എപ്പോഴാണ് സപ്ലൈ കൂടുക, അല്ലെങ്കിൽ സപ്ലൈ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ സപ്ലൈ എപ്പോഴാണ് ഡിക്രീസ് ചെയ്യുക, ഇതിനെക്കുറിച്ചൊക്കെ ചിലപ്പോൾ നമ്മളൊന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം ആദ്യം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി സപ്ലൈ അല്ലെങ്കിൽ എന്താണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. ഫസ്റ്റ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. അതായത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വില. അപ്പോൾ വില എങ്ങനെ സ്വാധീനിക്കും അല്ലേ, വില എങ്ങനെ അതിനെ അഫക്റ്റ് ചെയ്യുക. അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം സപ്ലൈ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞത്. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ഡിക്രീസ് ചെയ്യും. 2 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഈ 4 പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ടെക്നിക്കൽ പ്രോഗ്രസ്, ഇൻപുട്ട് പ്രൈസസ് ആൻഡ് യൂണിറ്റ് ടാക്സ്. ഈ 4 പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. എന്നാൽ 3 മാർക്കിന് 4 മാർക്കിനൊക്കെയാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതായിട്ട് വരും. ഫസ്റ്റ് ദ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം സപ്ലൈ ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ഡിക്രീസ് ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്താണ് ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്താണ് ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചൊക്കെ എന്താണ് കൂടുതൽ വരുമാനം കിട്ടുകയാണ്, കൂടുതൽ ലാഭം കിട്ടുകയാണ്. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, സാധനത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സപ്ലൈ കൂടും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ എന്താണ്, വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഉൽപ്പാദനം സംബന്ധിച്ച് അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് പ്രോഫിറ്റ് കിട്ടും കൂടുതൽ. എന്താണ് അയാളെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ സപ്ലൈ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. സെക്കൻഡ് ടെക്നിക്കൽ പ്രോഗ്രസ്. മെച്ചപ്പെട്ട ടെക്നോളജി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, സപ്ലൈ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതായത് ഫേവറബിൾ ചേഞ്ചസ് ഇൻ ടെക്നോളജി ദാറ്റ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ടു ദ റൈറ്റ് ഓർ ഡൗൺവേർഡ്. അതായത് ടെക്നോളജി അനുകൂലമാണെങ്കിൽ അല്ലെങ്കിൽ ടെക്നോളജി നമുക്ക് എന്താണ് മെച്ചപ്പെട്ടതാണെങ്കിൽ സ്വാഭാവികമായിട്ടും സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അതായത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്താണ് കൂടുതൽ സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻപുട്ട് പ്രൈസസ് അല്ലെങ്കിൽ എന്താണ് പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽസ്. ഈ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് അഫക്റ്റ് ചെയ്യും. അതായത് പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സപ്ലൈ കൂടാനും സപ്ലൈ ഇൻക്രീസ് ചെയ്യാനും, പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സപ്ലൈ എന്താണ് ഡിക്രീസ് ചെയ്യാനും കാരണമാകും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മളൊരു പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ നമ്മളൊരു ഫാക്ടറി നടത്തുന്ന ഒരു ഇൻഡസ്ട്രി നടത്തുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു നിശ്ചിത വിലയ്ക്ക് സാധനം മാർക്കറ്റ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഒരുപാട് റോ മെറ്റീരിയൽസ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങേണ്ടതായിട്ട് വരും. അപ്പം അവയുടെ റേറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ, അവരുടെ പ്രൈസ് കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മളെ സംബന്ധിച്ച് അതേ വിലക്ക് നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും. അപ്പോൾ കുറഞ്ഞ വിലക്ക് അതായത് ആ കുറഞ്ഞ വിലക്ക് നമ്മൾ കൂടുതൽ ഇൻപുട്ട് വാങ്ങുകയും അത് എന്ത് ചെയ്യും, സാധനം ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുകയും ചെയ്യും. അതാണ് ഇൻപുട്ട് പ്രൈസ്. ഇൻപുട്ട് പ്രൈസ് ഡിക്രീസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് സപ്ലൈ ഇൻക്രീസ് ചെയ്യും. എന്നാൽ ഇൻപുട്ട് പ്രൈസ് ഇൻക്രീസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് സപ്ലൈ ഡിക്രീസ് ചെയ്യും. യൂണിറ്റ് ടാക്സ്. യൂണിറ്റ് ടാക്സ് ഈസ് എ ടാക്സ് ദാറ്റ് ദ ഗവൺമെൻറ് ഇമ്പോസസ് പെർ യൂണിറ്റ് സെയിൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ഓരോ ഔട്ട്പുട്ടിന് മേലും ഗവൺമെൻറ് ഈടാക്കുന്നതിനാണ് യൂണിറ്റ് ടാക്സ് എന്ന് പറയുക. അപ്പം ഗവൺമെൻറ് ഓരോ പ്രൊഡക്റ്റിൻ്റെ മേലും നമ്മൾ ടാക്സ് ഈടാക്കാറുണ്ട് സാധനം വിൽക്കുമ്പോൾ. എന്നാൽ ഗവൺമെൻറ് ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ കച്ചവടക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അതിന് കൂടുതൽ ലാഭം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അയാൾ ടാക്സ് കുറയുന്നതനുസരിച്ച് കൂടുതൽ സാധനം മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക. അതായത് ടാക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പാദനം സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. സ്വാഭാവികമായിട്ടും അവർ സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ഇതാണ് ഒരു സാധനത്തിൻ്റെ സപ്ലൈനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഫേംസ് എ സപ്ലൈ കർവ്. ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാറുണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, അല്ലെങ്കിൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും എക്സാമിന് ചോദിക്കും. ഇതിൽ ഏതെങ്കിലും 2 മാർക്കിന് എന്തായാലും ചോദ്യം വരും. ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇത് 3 മാർക്ക് 4 മാർക്കാണെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും.
എന്നാൽ 2 മാർക്കിനാണെങ്കിൽ പോയിന്റുകൾ മാത്രം എഴുതി വെച്ചാൽ മതി. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. എക്സാമിന് ആവർത്തി ചോദിക്കുന്നൊരു ചോദ്യമാണിത്. എന്തായാലും 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ ഈ ചോദ്യം വരാറുണ്ട്. ഫസ്റ്റ്, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഈസ് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് എന്നാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ്. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രൈസിനനുസരിച്ചാണ് നമ്മുടെ ഡിമാൻഡ് ആശ്രയിച്ചിരിക്കുക. കാരണം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ ആവശ്യപ്പെടുകയാണ്, കൺസ്യൂമേഴ്സ് സാധനങ്ങൾ കൂടുതലായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. എന്നാൽ പ്രൈസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് സാധനം വാങ്ങാൻ വേണ്ടി ശ്രമിക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ഇറ്റ്സ് പ്രൈസ്. ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അതായത് ഡിമാൻഡും പ്രൈസും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. ദിസ് വെരി ക്ലിയർ ഫ്രം ദ ലോ ഓഫ് ഡിമാൻഡ്. ഇത് ഡിമാൻഡിലെ ഏറ്റവും വലിയൊരു നിയമമാണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പം ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് സെക്കൻഡ് വൺ, ഇൻകം ഓഫ് ദി കൺസ്യൂമർ. ഉപഭോക്താവിൻ്റെ വരുമാനം, അല്ലെങ്കിൽ എന്താണ് ഇൻകം എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഓൺ ദി ബേസ് ഓഫ് ഇൻകം ഗുഡ്സ് ആർ ഡിവൈഡ് ഇൻ ടു 2 ടൈപ്സ്, നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്. അതെ, സ്വാഭാവികമായിട്ടും ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്താണ് ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻകം ഡിക്രീസ് ചെയ്യുമ്പം ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. എന്നാൽ എല്ലായ്പ്പോഴും ഇത് ഒരുപോലെ ആവണമെന്നില്ല. ചില വസ്തുക്കൾ അല്ലെ ചില ഗുഡ്സിൻ്റെ കാര്യങ്ങളിൽ നമ്മളിത് പ്രാവർത്തികമാവണമെന്നില്ല. അപ്പം അതിനെ നമ്മൾ നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ് എന്നുണ്ട് 2 ആയിട്ട് തരംതിരിക്കില്ലേ. 2 ടൈപ്സ്, നോർമൽ ഗുഡ്സ് ആൻഡ് ഇൻഫീരിയർ ഗുഡ്സ്. നോർമൽ ഗുഡ്സ് ആർ when the income of the consumer increases the demand also increases. അല്ലേ, അതായത് ഇൻകം വർദ്ധിക്കുക, ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും. ഇതിനെ നമ്മൾ നോർമൽ ഗുഡ്സ് എന്ന് പറയും. ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇൻകം ഡിക്രീസസ് ആൾസോ ഡിമാൻഡ് ആൾസോ ഡിക്രീസസ്. അപ്പം ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, ഇൻകം ഡിക്രീസ് ചെയ്യാൻ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇതിനെ നമ്മൾ നോർമൽ ഗുഡ്സ് എന്ന് പറയും, അതായത് സാധാരണ വസ്തുക്കൾ എന്ന് പറയും. ഇതിന് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ്, TV, കമ്പ്യൂട്ടർ, കാറ്, എക്സെട്ര. അല്ലേ, ദർ ആർ സോ മെനി എക്സാമ്പിൾസ് നോർമൽ ഗുഡ്സ്. ബട്ട് ഇൻഫീരിയർ ഗുഡ് ഈസ് ഓപ്പോസിറ്റ്. ഇൻഫീരിയർ ഗുഡ് ആർ ദോസ് ഗുഡ്സ് വെൻ ദ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫാൾസ്. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ വസ്തുക്കളുടെ ഈ ഗുഡ്സിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ദ ഇൻകം ഡിക്രീസസ് ദ ഡിമാൻഡ് റൈസസ്. അതായത് ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഡിമാൻഡ് റൈസ് ചെയ്യും, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് പറയുക, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത്. ദ റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് ആൻഡ് ദ കൺസ്യൂമർ ഇൻകം ഈസ് ഓപ്പോസിറ്റ്. അതായത് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രൈസും ഡിമാൻഡും ഓപ്പോസിറ്റ് റിലേഷൻ ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പം അതെങ്ങനെയാണ് ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വരുമാനം അല്ലെങ്കിൽ ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കെറോസിൻ സ്റ്റവ്, അതായത് മണ്ണെണ്ണ സ്റ്റവ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെന്താണ് ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് വാഹനങ്ങൾ, കാറും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിലോ നമ്മൾ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി, അല്ലെ, ഓർഡിനറി ബസ്, അത് നമ്മൾ ഈ ഇൻഫീരിയർ ഗുഡ്സിന് എക്സാമ്പിളാണ്. പിന്നെന്താണ് ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ലോ ക്വാളിറ്റി ഫുഡുകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അതായത് വീറ്റ് അല്ലെങ്കിൽ ബജ്ര, അല്ലേ, ഇങ്ങനത്തെ ലോ റേറ്റിലുള്ള ഫുഡുകളൊക്കെ ഉപയോഗിക്കും. ഇതാണ് നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഇൻഫീരിയർ ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് ആർ ഇൻകം ഇൻക്രീസസ് ഡിമാൻഡ് ആൾസോ ഡിക്രീസസ് ആൻഡ് ഇൻകം ഡിക്രീസസ് ഡിമാൻഡ് ആൾസോ ഇൻക്രീസസ്. നമ്മൾ ഇൻകം ഓഫ് ദി കൺസ്യൂമറും പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്, അതായത് മറ്റുള്ള വസ്തുക്കളുടെ വില എന്ന് പറയാറുണ്ട്. The price of other related goods is another factor that determines of demand of for a commodity. On the basis of relation between price and demand, goods can be classified into 2. അതായത് ഇവിടെ നമ്മൾ എന്താണ് പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ എന്താണ് 2 ആയിട്ട് തരംതിരിക്കൽ. 2 ടൈപ്സ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ്. ചിലപ്പോൾ എക്സാമിന് 2 മാർക്കിൽ ചോദ്യം വരാറുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന് എക്സാമ്പിളും കോംപ്ലിമെന്ററി ഗുഡിന് എക്സാമ്പിളും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ 1 വേർഡിൽ ക്വസ്റ്റ്യൻ തരാറുണ്ട്. 4 എക്സാമ്പിൾ തന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഏതാണ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ് ഏതാണെന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണെന്ന് മനസ്സിലാക്കണം.
ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ടു സാറ്റിസ്ഫൈ എ നീഡ് ആർ കാൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. അതായത് ഒരു വസ്തുവിന് പകരം നമ്മൾ മറ്റൊരു വസ്തു നമ്മൾ ഉപയോഗിക്കണം, അതിൽ നിന്നൊരു സംതൃപ്തി കിട്ടും അല്ലേ. അപ്പം എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ടീ ആൻഡ് കോഫി അല്ലേ. ടീക്ക് പകരം നമുക്ക് എന്താണ് കോഫി ഉപയോഗിക്കാം. ഷൂ ആൻഡ് ചപ്പൽ, ഷൂവിന് പകരം നമുക്ക് ചപ്പൽ ഉപയോഗിക്കാം. കാർ ആൻഡ് ജീപ്പ് അല്ലേ, കാറിന് പകരം നമുക്ക് എന്താണ് ജീപ്പ് ഉപയോഗിക്കും അല്ലേ. ദ ഗുഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ അല്ലെ, ഒന്നിന് പകരം നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോംപ്ലിമെന്ററി ഗുഡ് അല്ലെ, കോംപ്ലിമെന്ററി ഗുഡ്സ് ആർ വെൻ മോർ ദാൻ വൺ ഗുഡ് ആർ റിക്വയർഡ് ടു സാറ്റിസ്ഫൈ എ വാണ്ട്. അതായത് ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒന്നിലധികം വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സച്ച് ഗുഡ്സ് ആർ കാൾഡ് കോംപ്ലിമെന്ററി ഗുഡ്സ്. ദാറ്റ് ഈസ്, അതായത് ഒരു ആവശ്യം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒന്നിലധികം വസ്തുക്കൾ ഉപയോഗിക്കുകയാണ്. മൊബൈൽ ഫോൺ ആൻഡ് സിം കാർഡ്, പെൻ ആൻഡ് ഇങ്ക്, കാർ ആൻഡ് പെട്രോള്, ലോക്ക് ആൻഡ് കീ അല്ലേ. അതായത് ഒരു ആവശ്യം നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊന്നൊരു ഘടകത്തിൻ്റെ എന്താണ് ഒരു ഹെൽപ്പ് കൂടി കൂടിയേ തീരുള്ളൂ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ, ഉപഭോക്താവിൻ്റെ താല്പര്യം അല്ലേ, എന്താണ് പ്രിഫറൻസ് അല്ലെ, എന്താണ് അഭിരുചിയും താല്പര്യം എന്നൊക്കെ പറയാറുണ്ട്. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. വെൻ ദി ടേസ്റ്റ് ഓഫ് കൺസ്യൂമർ ഫോർ എ പർട്ടിക്കുലർ ഗുഡ്സ് ഇൻക്രീസസ് അല്ലേ. അതായത് ഉപഭോക്താവിന് ഏതൊരു വസ്തുവിന് താല്പര്യം തോന്നുകയാണെന്ന് വെച്ചാൽ ഒരിക്കലും അയാൾ അതിൻ്റെ പ്രൈസ് നോക്കില്ല അല്ലെ, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഡിമാൻഡ് ഫോർ ദാറ്റ് ഗുഡ്സ് ആൾസോ ഇൻക്രീസസ്. വെൻ ഈസ് ടേസ്റ്റ് ഫോർ സച്ച് ഗുഡ്സ് ഡിക്രീസസ്, ഡിമാൻഡ് ഫോർ ദാറ്റ് ഗുഡ്സ് ആൾസോ ഡിക്രീസസ്. എന്നാൽ ഏതൊരു വസ്തുവിനോട് അയാൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പം താല്പര്യമുള്ള വസ്തുവാണെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, താല്പര്യമില്ലാത്ത വസ്തുവാണെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്വാണ്ടിറ്റി, ഡിമാൻഡ് 2 മാർക്കിന് ചോദ്യമെങ്കിൽ ഈ 4 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. അതൊക്കെ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമർ. എന്നാൽ 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇവ ഓരോന്നും നിങ്ങൾ നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതേണ്ടതായിട്ട് വരും. QD ഈക്വൽ ടു 50 മൈനസ് 2P, QS ഈക്വൽ ടു 10 പ്ലസ് 2P. ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. എക്സാമിന് 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ QD ഈക്വൽ ടു QS, ഇക്വിലിബ്രിയം പോയിന്റിൽ QD ഈക്വൽ ടു QS ആയിരിക്കും അല്ലേ. ഇക്വിലിബ്രിയം പോയിന്റിൽ സപ്ലൈ ഡിമാൻഡ് അല്ലേ, ഇക്വിലിബ്രിയം പോയിന്റിൽ ഡിമാൻഡ് സപ്ലൈ എന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കും. അപ്പം ഇക്വിലിബ്രിയം പോയിന്റിൽ QD ഈക്വൽ ടു QS ആയിരിക്കും. അപ്പോൾ QD ഈക്വൽ ടു QS, QD ഈക്വൽ ടു QS. ഫൈൻഡ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. QD ഈക്വൽ ടു QS. അപ്പോൾ QD ഈക്വൽ ടു എന്താണ് 50 മൈനസ് 2P ഈക്വൽ ടു QS 10 പ്ലസ് 2P. അപ്പോൾ QD ഈക്വൽ ടു 50 മൈനസ് 2P ഈക്വൽ ടു QS ഈക്വൽ ടു 10 പ്ലസ് 2P. ഇത് നമ്മൾ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എന്താണ് 2 ഭാഗത്തും സംഖ്യകളുണ്ട് അല്ലേ. ഇവിടെ 50 ഉണ്ട്, ഇപ്പുറത്ത് 10 ഉണ്ട്. ഇതിന് രണ്ടും നമ്മൾ ഒരു ഭാഗത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മളിവിടെ വലിയ സംഖ്യ എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ 50 ഇവിടെ നിലനിർത്തിക്കൊണ്ട് 10 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ 10 ഇവിടെ എന്താണ് പ്ലസ് ആണ്, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും മൈനസ്. 50 മൈനസ് 10 ഈക്വൽ ടു, ഇവിടെ ഓൾറെഡി 2P ഇവിടെ ഉണ്ട്, 2P. ഇനി ഈ മൈനസ് 2P നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ, ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ മൈനസ് 2P ഇവിടേക്ക് വരുമ്പോൾ എന്തായി മാറും പ്ലസ് 2P ആയി മാറും, പ്ലസ് 2P. 50 മൈനസ് 10 40 ഈക്വൽ ടു 2 പ്ലസ് 2P പ്ലസ് 2P 4P. Therefore ഇനി നമുക്ക് P ആണ് എന്താണ് ഇക്വിലിബ്രിയം പ്രൈസ് ആണ് കിട്ടുന്നത്. അപ്പോൾ പ്രൈസ് കിട്ടണമെന്ന് നമ്മൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ 4 നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോകണം അല്ലെ, പ്രൈസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ 4 ഇൻറ്റു P ആണെങ്കിൽ ഇവിടേക്ക് വരുമ്പോൾ എന്തായി മാറും ബൈ 4 ആയി മാറും. ഇൻറ്റുള്ള ഇവിടേക്ക് വരുമ്പോൾ ബൈ ആയി മാറും. 40/4 ഈക്വൽ ടു P. Therefore P ഈക്വൽ ടു 10. നമുക്ക് പ്രൈസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇക്വിലിബ്രിയം പ്രൈസ് ആണെന്ന് നമുക്ക് നോക്കണം. ഇനി ആദ്യം അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടിറ്റി അല്ലേ, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടെത്തണം. അപ്പോൾ QDയും QSും നമ്മൾ കണ്ടെത്തണം. QD ഈക്വൽ ടു 50 മൈനസ് 2P, 50 മൈനസ് 2 ഇൻറ്റു പ്രൈസ് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത് 10, 2 ഇൻറ്റു 10, 50 മൈനസ് 20
QD ഈക്വൽ ടു 30. QD കിട്ടിക്കഴിഞ്ഞു. ഇനി QS നോക്കാം. QS ഈക്വൽ ടു 10 പ്ലസ് 2P. 10 പ്ലസ് 2 ഇൻറ്റു 10. 10 പ്ലസ് 20. QS ഈക്വൽ ടു 30. നമുക്ക് QD 30 കിട്ടുന്നുണ്ട്, QSും 30 കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇത് രണ്ടും തുല്യമാണ്. അപ്പോൾ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയാണ്. അങ്ങനെ ഇക്വിലിബ്രിയം ഇത് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത് ഇക്വിലിബ്രിയം പ്രൈസ്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് നമുക്ക് 10ഉം ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 30ഉം കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇതുപോലൊരു ക്വസ്റ്റിന് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കും. റൈറ്റ് 2 എക്സാമ്പിൾ ഫോർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും ആൻഡ് എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ടു സാറ്റിസ്ഫൈസ് എ നീഡ് ആർ കാൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. അതായത് ഒരു വസ്തുവിന് പകരം നമ്മൾ മറ്റൊരു വസ്തു അതേ സംതൃപ്തിയുള്ള വസ്തു നമ്മൾ ഉപയോഗിക്കുകയാണ്, അല്ലെ, അതിൽ നിന്ന് അതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് വിളിക്കും. നമ്മൾ ഫുട്ബോൾ കണ്ടിട്ടുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയറെ. കാരണം എന്താണ്, ഒരു കളിക്കാരന് പകരമായിട്ട് വേറെ പ്ലെയറെ നമ്മൾ ഇറക്കുകയാണ്, അതേപോലെ കളിക്കുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിൽ കളിക്കുന്നത്. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിന് പകരം നമ്മൾ മറ്റൊരു വസ്തു ഉപയോഗിക്കുകയാണ്. ടീ ആൻഡ് കോഫി, നമുക്ക് ടീക്ക് പകരം നമുക്ക് എന്താണ് കോഫി ഉപയോഗിക്കാം. ഷൂ ആൻഡ് ചപ്പൽ, അല്ലെ, ഷൂവിന് പകരം നമുക്ക് ചപ്പൽ ഉപയോഗിക്കാം, ചെരുപ്പ് ഉപയോഗിക്കാം. കാർ ആൻഡ് ജീപ്പ്, കാറിന് പകരം നമുക്ക് എന്താണ് ജീപ്പ് ഉപയോഗിക്കാം. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡാണ്. അതായത് ഒരു ഗുഡ്സിന് പകരം, അല്ലെങ്കിൽ ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ടു സാറ്റിസ്ഫൈ എ നീഡ് ആർ കാൾഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. അതായത് ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ മറ്റൊരു വസ്തു ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഒരേ ആവശ്യം വരുന്ന 2 വസ്തുക്കൾ, അല്ലെങ്കിൽ ഒന്നിന് പകരം നമുക്ക് മറ്റൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത്. ഇനി കോംപ്ലിമെൻ്ററി ഗുഡ്, വെൻ മോർ ദാൻ 1 ഗുഡ് ആർ റിക്വയർഡ് ടു സാറ്റിസ്ഫൈ എ വാണ്ട്. അതായത് ഒരു ആവശ്യം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം വസ്തുക്കൾ കൂടിയേ തീരുള്ളൂ. സച്ച് ഗുഡ്സ് ആർ കാൾഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്, അല്ലേ. അതായത് ഒരു ആവശ്യം നിറവേറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലധികം ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഒരു വസ്തു ഉപയോഗിക്കണമെങ്കിൽ മറ്റൊരു വസ്തുവിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ. വെൻ മോർ ദാൻ 1 ഗുഡ് ആർ റിക്വയർഡ് ടു സാറ്റിസ്ഫൈ എ വാണ്ട്. എക്സാമ്പിൾ, പെൻ ആൻഡ് ഇങ്ക്, അല്ലെ, പെൻ ഉപയോഗിക്കണം, നമുക്ക് ഇങ്ക് എന്തെങ്കിലും വേണം. കാർ ആൻഡ് പെട്രോൾ, ഇപ്പോൾ കാർ ഉപയോഗിക്കണം, നമുക്ക് എന്താണ് പെട്രോൾ ആവശ്യമാണ്. ഷൂ ആൻഡ് സോക്സ്, അല്ലേ, ഷൂവിന് നമ്മൾ എന്താണ് സോക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ 4 എക്സാമ്പിൾ വന്നിട്ട് അതിലേതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്, ഏതാണെന്ന് കോംപ്ലിമെൻ്ററി ഗുഡ് എന്നും കണ്ടെത്താനും ചോദിക്കാറുണ്ട്. ലിസ്റ്റ് ദി മേജർ സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി അക്കോർഡിംഗ് ടു ദി മാക്രോ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. അതായത് മാക്രോ എക്കണോമിക്സിൽ ഒരു സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഏറ്റവും 4 ഘടകങ്ങളെ, അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചുള്ളത്. സെക്ടേഴ്സ് ഓഫ് എക്കോണമി മാക്രോ എക്കണോമിക്സിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാവുന്നതാണ്. ഫസ്റ്റ് ഫേംസ്, അല്ലേ. ഇവിടെ 2 മാർക്കിനാണെങ്കിൽ ഈ 4 പോയിന്റുകൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. ഈ 4 പോയിന്റ് 2 മാർക്കിനാണെങ്കിൽ എഴുതിയാൽ മതി. കാരണം ഈ ചോദ്യം അതുപോലെ ഈ ക്വസ്റ്റൻ അധികവും 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ. അപ്പം ഇനി 3 മാർക്കിന് 4 മാർക്കിനൊക്കെ ആണെങ്കിൽ ചോദ്യം വരുന്നതെങ്കിൽ എന്തായാലും നമ്മൾ ഇവ ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ദ ഫേംസ്. എന്റർപ്രണേഴ്സ് ഓർ ഫേംസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ആൻ എക്കോണമി. എന്റർപ്രണേഴ്സ് ആർ കാറ്റലൈസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. They generate wealth, create employment, pay taxes to the government, and thereby play a crucial role in economic growth and development. അതായത് ഫേം ഓർ എൻ്റർപ്രണർ എന്താണ് ഇവിടെ ഒരു പ്രധാനമായിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. ഒന്ന്, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെ, ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കും. ജനറേറ്റ് വെൽത്ത്, സമ്പത്ത് ഉണ്ടാക്കും. പേ ടാക്സസ് ടു ദി ഗവൺമെൻറ്റിലേക്ക് നികുതി അടക്കും. ആൻഡ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, അല്ല, ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിലും വികസനത്തിലും ഒരു പ്രധാനമായിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്, ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നമ്മളെ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് സപ്ലൈ ചെയ്യേണ്ടത്, അവർക്ക് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കുന്നുണ്ട്, അല്ലേ. അതായത് ഇവർ വെൽത്ത്, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനത്തെ പ്രധാനമായിട്ടുള്ള പങ്കക്കാർ വഹിക്കുന്നുണ്ട്, ഫേംസ് വഹിക്കുന്നുണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയിൽ. അപ്പം ഒരു പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെക്കൻഡ് വൺ, ഹൗസ് ഹോൾഡ്.
ദ സെക്കൻഡ് മേജർ സെക്ടർ ഇൻ എക്കോണമി ഈസ് ഹൗസ് ഹോൾഡ് സെക്ടർ ഓർ ഫാമിലീസ് അല്ലേ. അതായത് ടു ഓർ മോർ ദാൻ പീപ്പിൾ, വൺ ഓർ മോർ പീപ്പിൾ അല്ലേ. ഇവരൊക്കെ അല്ല ഒന്നിലധികം ആൾക്കാർ കൂടി ചേർന്നതിലൊക്കെ നമുക്ക് എന്താണ് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഫാമിലി എന്ന് വിളിക്കാം. ഹൗസ് ഹോൾഡ് റെഫർ ടു ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ അല്ലേ. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികൾ കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ എന്താണ് ഹൗസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഓസ് കൺസപ്ഷൻ ഡിസിഷൻ ആർ ടേക്കൺ എ ജോയിൻ്റ്ലി. ഇവരെല്ലാവരും എന്താണ് സാധനങ്ങൾ വാങ്ങുന്ന ഒന്നിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ദി മേജർ കോമ്പണന്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ ആൻ എക്കോണമി ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ അല്ലേ. അതായത് സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനമായിട്ട് ഡിമാൻഡ് വരുന്നത് എവിടുന്നാണ്, വീടുകളിൽ നിന്നാണ്. ഹൗസ് ഹോൾഡ് ഏൺ ഇൻകം, അവർ ജനങ്ങളെന്നാണ് വീടുകൾ പണം സമ്പാദിക്കും. പേ ടാക്സ്, ഗവൺമെന്റിലേക്ക് നികുതി അടക്കും. സേവ് ആൻഡ് സ്പെൻഡ് മണി കൺസപ്ഷൻ അല്ലേ, പണം സമ്പാദിക്കുകയും ആവശ്യങ്ങൾക്കനുസരിച്ച് പണം ഉപയോഗിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് റിസീവ് ഇൻകം ആസ് എ വേജ് ഓർ സാലറി. എന്താണ് കുടുംബങ്ങൾ അവർ ഇൻകം സ്വീകരിക്കുന്നത് കൂലിയായിട്ടോ അല്ലെങ്കിൽ വേജ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ശമ്പളമായിട്ട് സാലറി ആയിട്ടൊക്കെയാണ് സ്വീകരിക്കുക. അപ്പം ഇവരും ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാനമായിട്ടുള്ള റോളാണ്. അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ എന്താണ് ഇൻഡിവിജ്വൽസ് ആണ്. ആൻഡ് തേർഡ് വൺ ഗവൺമെൻറ്. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലേ. ഗവൺമെൻറ് നേരിട്ട് എല്ലാ പ്രവർത്തനങ്ങളും പങ്കാളിയാകുന്നില്ല. ബട്ട് പ്ലേസ് എ റെഗുലേറ്ററി റോൾ, എന്നാൽ ഒരു നിയന്ത്രണാത്മകമായിട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ദ ഗവൺമെൻറ് മേക്സ് ലോസ് ആൻഡ് എൻഫോഴ്സ് ദം, ഗവൺമെൻറ് നിയമങ്ങൾ ഉണ്ടാക്കും, അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. അനദർ ഇമ്പോർട്ടൻറ്റ് റോൾ സ്റ്റേറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ. സാമൂഹികപരമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കും ഗവൺമെൻറ് സമ്പദ് വ്യവസ്ഥയിലെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കും. ഇങ്ങനെ പ്രധാനമായിട്ടുള്ള റോൾ വഹിക്കും. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടി അവരൊരു ക്രൂഷ്യൽ റോൾ, ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുകയാണ് ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടർ എന്ന് ഇവിടെ പറയുന്നത് എന്താണ്, ഫോറിൻ സെക്ടറാണ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ആൾ മോഡേൺ എക്കണോമിക്സ് ആർ ഓപ്പൺ എക്കണോമിക്സ് അല്ലേ. എല്ലാ ആധുനിക സമ്പദ് വ്യവസ്ഥകളും ഓപ്പൺ എക്കണോമിക്സ് ആണ്. ഓപ്പൺ എക്കണോമിക്സ് ഹാവ് എക്കണോമിക് റിലേഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കിയെടുക്കും. ദ എൻഗേജ് ട്രേഡ് അല്ലെ, പ്രധാനമായിട്ടും അവർ എൻഗേജ് കച്ചവടത്തിൽ പങ്കുവയ്ക്കും. ദ എക്സ്റ്റേണൽ സെക്ടർ ഈസ് ദ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് സെക്ടർ ഓഫ് എൻ എക്കണോമി അല്ലേ. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ്. ആൾ ദീസ് ഫോർ സെക്ടേഴ്സ് ഓഫ് എക്കണോമി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദ മൈക്രോ എക്കണോമിക്സ് പെർസ്പെക്റ്റീവ് അല്ലേ. എക്കണോമിക്സിൽ ഈ പ്രധാനമായിട്ടുള്ള 4 മേഖലകളും സമ്പദ് വ്യവസ്ഥയിലെ പ്രധാനമായിട്ടുള്ള റോൾ വഹിക്കുന്നത്. 2 മാർക്കാണെങ്കിൽ ഈ 4 പോയിന്റ് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. അതുപോലെ 2 മാർക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് തന്നുള്ളത്. വെൻ പ്രൈസ് ഓഫ് ആപ്പിൾ ഇൻക്രീസ്ഡ് ബൈ 20%, ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് ആപ്പിൾ ഇൻക്രീസ്ഡ് ബൈ 30%, കാൽക്കുലേറ്റ് ദി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ലേ. അതായത് സപ്ലൈയുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി കാണാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് ഡിമാൻഡിൽ ചോദിക്കാറുണ്ട് അല്ലേ. അതായത് വെൻ പ്രൈസ് ഓഫ് ആപ്പിൾ ഇൻക്രീസ്ഡ് 20% ആൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് ഡിക്രീസ്ഡ് 30%. ഈ രീതിയിലും ചിലപ്പോൾ ചോദ്യങ്ങൾ വരും. എന്നാൽ സപ്ലൈക്കും ഡിമാൻഡ് നമ്മൾ സെയിം ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അല്ലേ. അത് ഡിമാൻഡ് ആണെങ്കിൽ ഇവിടെ സപ്ലൈ ആണുള്ളത്. അപ്പം എക്സാമിന് 2 മാർക്ക് ചോദിക്കാൻ സാധ്യത വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. നമുക്കൊന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാം. പ്രൈസ് എത്രയാണ് ഇൻക്രീസ് ചെയ്തത്, 20%, ആൻഡ് സപ്ലൈ 30%. നമുക്ക് നേരിട്ട് സംഖ്യകൾ തരികയാണെങ്കിൽ എന്താണ് ആപ്പിളിൻ്റെ പ്രൈസ് എന്താണ് 60 to 70, എന്താണ് ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ ഇൻക്രീസസ് 10 to 100 to 120. ഈ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ മറ്റൊരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് ചെയ്യുക. എന്നാൽ ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. 2 മാർക്ക് ചോദ്യമാണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ഇക്വേഷൻ ഉണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ലേ. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിലെ ഇക്വേഷൻ ഉണ്ട്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സപ്ലൈ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സപ്ലൈ. ഈ ഇക്വേഷൻ നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഈ ഇക്വേഷൻ മാത്രം മതി നമുക്ക് ഇതിനുള്ള ആൻസർ ചെയ്യാൻ വേണ്ടി. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സപ്ലൈ ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സപ്ലൈ അല്ലെ എത്ര മാറ്റം വന്ന് 30% ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് 20% ഈക്വൽ ടു 30/20. 0 നമ്മൾ ക്യാൻസൽ ചെയ്ത് അല്ലേ. 3 2 എത്ര പ്രാവശ്യം പോകും, 1.5.
1.5 ആണെങ്കിൽ ഏത് തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി ആയിരിക്കും, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആയിരിക്കും അല്ലേ. ദർ ആർ 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി: പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ ആൻഡ് ഇൻഇലാസ്റ്റിക് സപ്ലൈ. അപ്പോൾ അതിലേതായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയിൽ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ ഇൻഫിനിറ്റി ഈക്വൽ ടു 0. യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ ഇലാസ്റ്റിസിറ്റി ഈസ് 1. ഇലാസ്റ്റിക് സപ്ലൈ ഇലാസ്റ്റിസിറ്റി മോർ ദാൻ 1. ഇൻഇലാസ്റ്റിക് സപ്ലൈ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1. ആൻഡ് 1.5 മോർ ദാൻ 1 ആണ് ഇലാസ്റ്റിസിറ്റി. ES മോർ ദാൻ 1. ദെർഫോർ ഇലാസ്റ്റിക് സപ്ലൈ. നമുക്ക് ആൻസർ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. The price of petrol increases from 60 to 70 and the demand decreases from 100 liters to 80 liters. Calculate price elasticity of petrol. എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്. 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെയല്ല, ഇവിടെ ഒരു ചെറിയ മാറ്റമുണ്ട്. ഒന്നുകിൽ ആ രീതിയിലോ അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ വരിക. പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് 60 to 70. ഇവിടെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ഇക്വേഷൻ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ഇലാസ്റ്റിസിറ്റി സപ്ലൈയും സെയിം ഇക്വേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഇത് തന്നെയാണ്, ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ ചെയ്തിട്ടുള്ള ഇക്വേഷൻ അവിടെ സപ്ലൈ എന്നുള്ളടത്ത് ഇക്വേഷൻ ഉപയോഗിച്ചോ, സപ്ലൈ എന്നുള്ളടത്ത് നമ്മൾ ഡിമാൻഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇക്വേഷനൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് 60 to 70 അല്ലേ. അപ്പോൾ 60 എന്ന് പറഞ്ഞാൽ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ P ഈക്വൽ ടു 60 ആൻഡ് ഇൻക്രീസസ് ഫ്രം 60 to 70. അതായത് ചേഞ്ച് ഇൻ പ്രൈസിൽ എത്ര മാറ്റം സംഭവിച്ചു, അതായത് ഡെൽറ്റ പി ഈക്വൽ ടു 70 മൈനസ് 60 ഈക്വൽ ടു 10. അല്ലാതെ 70 നേരെ കൊണ്ടുപോയി നിങ്ങൾ എഴുതി വെക്കാൻ പാടില്ല. അവിടെ ചേഞ്ച് വന്ന പ്രൈസാണ്. പ്രൈസിൽ എത്ര ചേഞ്ച് വന്ന് 10ൻ്റെ മാറ്റമാണ് വന്നത്. ഇനി ക്യൂ ഡിഗ്രീസസ് ഫ്രം 100 ലിറ്റർ ടു 80. അപ്പം 100 ലിറ്റർ ക്വാണ്ടിറ്റി അല്ലെ, നോർമൽ ക്വാണ്ടിറ്റി എത്രയാണ്? 100. ആൻഡ് ഡെൽറ്റ ക്യൂ 100 മൈനസ് 80 ഈക്വൽ ടു 20. അപ്പം നമുക്ക് പി ഡെൽറ്റ പി ക്യൂ ഡെൽറ്റ ക്യൂ ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇക്വേഷൻ നേരെ നമ്മൾ ഉപയോഗിക്കാം. ഡെൽറ്റ ക്യൂ 20 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി 10 ഇൻറ്റു പി 60 ബൈ ക്യൂ 100. 0 ക്യാൻസൽ ചെയ്ത്, ഇവിടെ 0 ക്യാൻസൽ ചെയ്ത്. 2 into 6 12 ഡിവൈഡഡ് ബൈ 1 into 10 ഈക്വൽ ടു 12 by 10 1.2. 1.2 ആണെങ്കിൽ ഏതായിരിക്കും? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ED മോർ ദാൻ 1 അല്ലേ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ദർ ആർ 5 degrees ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഈക്വൽ ടു 0, ഇലാസ്റ്റിസിറ്റി 0. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി മോർ ദാൻ 1. ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1. ഇത് സെക്കൻഡ് ചാപ്റ്ററാണ്, നമ്മൾ മൈക്രോയിൽ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഇലാസ്റ്റിസിറ്റി മോർ ദാൻ 1 ആണെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് വളരെ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു. 2 മാർക്കിന് ക്വസ്റ്റ്യൻസാണ് നമ്മൾ പഠിച്ചുള്ളത്. ഇതിന് ബാക്കിയും കൂടി നമുക്ക് പഠിക്കാനുണ്ട്.